പ്രീവിയസ് ഇയറിലെ പാർട്ട് എയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് സൈൻ തീറ്റ ഇൻ ടേംസ് ഓഫ് സൈൻ തീറ്റ. സോ സൈൻ 3 തീറ്റയെ എക്സ്പാൻഡ് ചെയ്തിട്ട് സൈൻ തീറ്റയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമ്മൾ രണ്ട് ഫോർമുലാസ് പഠിച്ചായിരുന്നു, സൈൻ എൻ തീറ്റയുടെയും കോസ് എൻ തീറ്റയുടെയും. അപ്പൊ ഇതില് സൈൻ 3 തീറ്റയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സൈൻ എൻ തീറ്റയുടെ ഫോർമുല എടുത്തിട്ട് എന്നിന് പകരം 3 കൊടുത്താൽ മതി. സോ ഈ ഫോർമുലയിൽ എന്നിന് പകരം 3 കൊടുത്താൽ എന്താ കിട്ടുക? സൈൻ 3 തീറ്റ ഈക്വൽ ടു n 3 ആണ്. അപ്പൊ 3c1 കോസ് റേസ് ടു 3 മൈനസ് 1 തീറ്റ സൈൻ തീറ്റ മൈനസ് 3c3 കോസ് റേസ് ടു 3 മൈനസ് 3 തീറ്റ സൈൻ ക്യൂബ് തീറ്റ. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 3c5 എന്നാവും. 3c5 ഡിഫൈൻഡ് അല്ല. അതുപോലെ ഇവിടെ കോസ് റേസ് ടു നെഗറ്റീവ് ഒക്കെ വരും. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാത്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. 3c1 3 ആണ്, കോസ് റേസ് ടു 3 മൈനസ് 1 2. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ മൈനസ് 3c3 1 ആണ്. അപ്പൊ 1 കോസ് റേസ് ടു 0 എന്ന് വരും. കോസ് റേസ് ടു 0 തീറ്റ സൈൻ ക്യൂബ് തീറ്റ എന്ന് വരും. അതായത് 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ മൈനസ് കോസ് റേസ് ടു 0 തീറ്റ 1 ആണ്. 1 ഇൻറ്റു 1 1 1 ഇൻറ്റു സൈൻ ക്യൂബ് തീറ്റ സൈൻ ക്യൂബ് തീറ്റ വരും. ഇങ്ങനെ കിട്ടി. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് സൈൻ തീറ്റ എന്നാണ്. അതായത് സൈൻ തീറ്റ മാത്രമേ ആൻസറിൽ വരാൻ പാടുള്ളൂ. ഇവിടെ ഒരു കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. ഓക്കെ, നമുക്ക് കോസ് സ്ക്വയർ തീറ്റനെ എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ തീറ്റനെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ കോസ് സ്ക്വയർ തീറ്റക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇവിടെ 3 സൈൻ തീറ്റ ഉണ്ട്. 3 സൈൻ തീറ്റ ഇൻറ്റു 1 3 സൈൻ തീറ്റ തന്നെ മൈനസ് 3 സൈൻ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ 3 സൈൻ ക്യൂബ് തീറ്റ വരും മൈനസ് സൈൻ ക്യൂബ് തീറ്റ. രണ്ടും സൈൻ ക്യൂബ് തീറ്റയാണ്. മൈനസ് 3 മൈനസ് 1 മൈനസ് 3 മൈനസ് 1 മൈനസ് 4. അപ്പൊ ഇത് മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ ആവും. അപ്പൊ 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ഇതാണ് നമ്മളുടെ ആൻസർ. സൈൻ 3 തീറ്റനെ സൈൻ തീറ്റയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതാണ്. Next question. Prove that sin hx minus y equal to sin hx cos hy minus cos hx sin hy. ഈ ഫോർമുല പ്രൂവ് ചെയ്യാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഫോർമുലയാണ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ട്രിഗണോമെട്രിക് ഫോർമുല കൺസിഡർ ചെയ്യുക. അതായത് സൈൻ എച്ച് ഓഫ് എക്സ് മൈനസ് വൈ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സൈൻ ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല ആദ്യം എഴുതുക. കൺസിഡർ ദ ട്രിഗണോമെട്രിക് ഫോർമുല. ഏത് ഫോർമുലയാണ്? സൈൻ ഓഫ് എക്സ് മൈനസ് വൈയുടെ. സൈൻ ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല എന്താണ്? സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇതാണ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല. ഇനി അത് സൈൻ എച്ചിലേക്ക് മാറ്റാനായിട്ട്
എക്സിന് പകരം ഐ എക്സും വൈക്ക് പകരം ഐ വൈയും കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആദ്യം സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ എന്ന് എഴുതിയിട്ട് ആൽഫക്ക് പകരം ഐ എക്സും ബീറ്റയ്ക്ക് പകരം ഐ വൈയും കൊടുത്താലും മതി. ഇവിടെ നമ്മളിപ്പോ ഐക്ക് പകരം ഐ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാണ്, വൈക്ക് പകരം ഐ വൈ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. അപ്പൊ എങ്ങനെ വരിക? സൈൻ ഓഫ് ആദ്യം എഴുതാം, റീപ്ലേസ് എക്സ് ബൈ ഐ എക്സ് ആൻഡ് y by ഐ വൈ. അപ്പൊ എക്സ് ഉള്ള സ്ഥലത്തെല്ലാം ഐ എക്സ് ആക്കുക, y ഉള്ള സ്ഥലത്തെല്ലാം ഐ വൈ ആക്കുക. ഇവിടെ സൈൻ ഓഫ് ഐ എക്സ് മൈനസ് ഐ വൈ ഈക്വൽ ടു സൈൻ ഐ എക്സ് കോസ് ഐ വൈ മൈനസ് കോസ് ഐ എക്സ് സൈൻ ഐ വൈ. ഇങ്ങനെ വരും. ഇതിൽ രണ്ടിലും ഐ കോമൺ ആണ്, അത് കോമൺ ആക്കി എടുക്കുക. അപ്പൊ സൈൻ ഓഫ് ഐ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് വരും, ഈക്വൽ ടു സൈൻ ഓഫ് ഐ എക്സ് കോസ് ഓഫ് ഐ വൈ മൈനസ് കോസ് ഓഫ് ഐ എക്സ് സൈൻ ഓഫ് ഐ വൈ. ഈ രണ്ട് ഫോർമുലാസ് റീകോൾ ചെയ്യുക. ഏതൊക്കെയാണ്? സൈൻ ഓഫ് ഐ എക്സ്, സൈൻ ഓഫ് ഐ എക്സ് ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ കോസ് ഓഫ് ഐ എക്സ് കോസ് എച്ച് എക്സ് ആണ്. ഈ രണ്ട് ഫോർമുലാസ് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോ ഫസ്റ്റ് വൺ എന്താവും? സൈൻ ഓഫ് ഐ ഇത് എക്സ് ആയിട്ട് എടുക്കുക, എക്സ് മൈനസ് വൈ എക്സ് ആയിട്ട് എടുത്താൽ സൈൻ ഓഫ് ഐ എക്സ് ഫോർമുല ആണത്. സൈൻ ഓഫ് ഐ എക്സ് എന്താ? ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ്. ഇതിനെ നമുക്ക് ഐ ഇൻറ്റു സൈൻ എച്ച് എക്സിന് വരെ ഇവിടെ എന്താണ്? എക്സ് മൈനസ് വൈ ആണ്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ ഓഫ് ഐ എക്സ്. സൈൻ ഓഫ് ഐ എക്സ് ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ് ആണ്. കോസ് ഓഫ് ഐ വൈ അല്ലെ, കോസ് ഓഫ് ഐ എക്സ് കോസ് എച്ച് എക്സ് ആണ്. അപ്പൊ കോസ് ഓഫ് ഐ വൈ കോസ് എച്ച് വൈ മൈനസ് കോസ് ഓഫ് ഐ എക്സ്, കോസ് ഓഫ് ഐ എക്സ് കോസ് എച്ച് എക്സ് സൈൻ ഓഫ് ഐ വൈ, സൈൻ ഓഫ് ഐ വൈ ഐ ഇൻറ്റു സൈൻ എച്ച് വൈ, ഐ ഇൻറ്റു സൈൻ എച്ച് വൈ. അതായത് ഐ ഇൻറ്റു സൈൻ എച്ച് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു, രണ്ടിലും ഐ കോമൺ ആണ്, ഐ കോമൺ ആയിട്ട് എടുക്കാം. ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ് കോസ് എച്ച് വൈ മൈനസ് കോസ് എച്ച് എക്സ് സൈൻ എച്ച് വൈ. രണ്ട് സൈഡിലും ഐ ഉണ്ട്, ഐ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ സൈൻ എച്ച് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എച്ച് എക്സ് കോസ് എച്ച് വൈ മൈനസ് കോസ് എച്ച് എക്സ് സൈൻ എച്ച് വൈ എന്ന് കിട്ടും. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? സൈൻ എച്ച് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എച്ച് എക്സ് കോസ് എച്ച് വൈ മൈനസ് കോസ് എച്ച് എക്സ് സൈൻ എച്ച് വൈ. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. നമ്മൾ ആദ്യം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫോർമുല എഴുതുക. അതിൽ എക്സിന് പകരം ഐ എക്സും വൈക്ക് പകരം ഐ വൈയും കൊടുക്കുക. ഈ രണ്ട് ഫോർമുലാസ് ഉപയോഗിച്ച് ഇത് സിംപ്ലിഫൈ ചെയ്യുക. രണ്ട് സൈഡിലും ചിലപ്പോൾ ഐ വരും, അങ്ങനെ വന്നാൽ ക്യാൻസൽ ചെയ്യുക. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഫോർമുലയിലേക്ക് എത്താം. Question: separate cos h of alpha minus I beta into its real and imaginary parts. ഈ cos h of alpha minus I beta നെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് cos h of x minus y യുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ആവശ്യമുണ്ട്. അതായത് cos h of x minus y എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതറിയാമെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു വെച്ചതാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷൻ എഴുതുക. ഇല്ലെങ്കിൽ നമുക്കത്
കണ്ടുപിടിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോസ് ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല ആദ്യം എഴുതുക. കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഇതില് എക്സ് മാറ്റി ഐ എക്സ് ആക്കുക, വൈ മാറ്റി ഐ വൈ ആക്കുക. അപ്പോൾ കോസ് ഓഫ് ഐ എക്സ് മൈനസ് ഐ വൈ ഈക്വൽ ടു കോസ് ഐ എക്സ് കോസ് ഐ വൈ പ്ലസ് സൈൻ ഐ എക്സ് സൈൻ ഐ വൈ. ഇതിന് നമുക്ക് കോസ് ഓഫ് ഐ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് ഐ എക്സ് കോസ് ഐ വൈ പ്ലസ് സൈൻ ഐ എക്സ് സൈൻ ഐ വൈ എന്ന് എഴുതാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് നമുക്ക്. സൈൻ ഓഫ് ഐ എക്സ് ഈക്വൽ ടു ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ് ആൻഡ് കോസ് ഓഫ് ഐ എക്സ് ഈക്വൽ ടു കോസ് എച്ച് എക്സ്. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഇത് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്താവും? കോസ് എച്ച് ഓഫ് എക്സ് മൈനസ് വൈ എന്നാവും. കോസ് ഓഫ് ഐ എക്സ് ഫോമിലാണ്. കോസ് എച്ച് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് ഓഫ് ഐ എക്സ് കോസ് എച്ച് എക്സ് കോസ് ഓഫ് ഐ വൈ കോസ് എച്ച് വൈ. ഇവിടെ പ്ലസ് സൈൻ ഓഫ് ഐ എക്സ്, അത് ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ് ആവും. സൈൻ ഓഫ് ഐ വൈ ഐ ഇൻറ്റു സൈൻ എച്ച് വൈ ആവും. അതായത് കോസ് എച്ച് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എച്ച് എക്സ് കോസ് എച്ച് വൈ. ഇവിടെ രണ്ട് ഐ ഉണ്ട് അല്ലെ, ഐ ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയർ മൈനസ് 1 ആണ്. ഇവിടെ നെഗറ്റീവ് സൈൻ വരും. മൈനസ് സൈൻ എച്ച് എക്സ് സൈൻ എച്ച് വൈ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട ഫോർമുല ഇതാണ്. കോസ് എച്ച് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എച്ച് എക്സ് കോസ് എച്ച് വൈ മൈനസ് സൈൻ എച്ച് എക്സ് സൈൻ എച്ച് വൈ. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട എന്താ? ആൽഫ മൈനസ് ഐ ബീറ്റ ആണ്. അപ്പൊ ഇവിടെ എക്സിന് പകരം ആൽഫ കൊടുക്കുക, വൈക്ക് പകരം ഐ ബീറ്റ കൊടുക്കുക. അപ്പൊ ഇതെന്താവും? സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു ആൽഫ ആൻഡ് y equal to I beta into the equation. The equation എന്താവും? Cos of alpha minus I beta equal to cos h alpha cos h I beta minus sin h alpha sin h I beta equal to cos h alpha cos h of I beta. എന്താണ്? ഇവിടെ നമുക്കറിയാം cos of ix എന്താണ്? cos of ix cos hx ആണ്. cos of ix cos hx ആണ്. നമുക്ക് വേണ്ട എന്താ? cos of I beta അല്ലെ. അപ്പോ cos h of I beta. ഇവിടെ cos h of x ഉണ്ട്. അപ്പൊ x ന് പകരം I beta കൊടുത്താൽ പോരെ. അപ്പൊ x ന് പകരം I beta കൊടുത്താൽ കിട്ടും cos of I into I beta എന്ന് വരും അല്ലെ. ഈക്വൽ ടു cos h I beta. I into I എന്താണ്? -1. I സ്ക്വയർ ആവും. I സ്ക്വയർ -1. അപ്പൊ cos minus beta ഈക്വൽ ടു cos h I beta എന്ന് വരും. cos of minus beta cos beta തന്നെയാണ്. അപ്പൊ cos beta ഈക്വൽ ടു cos h I beta എന്ന് കിട്ടും. അത് നമുക്ക് cos h I beta ക്ക് പകരം cos beta എന്ന് എഴുതാം. ഇവിടെ cos beta എന്ന് എഴുതി മൈനസ് sin h alpha. ഇവിടെ sin h I beta വീണ്ടും വേണം. അപ്പൊ അതിന്റെ ഫോർമുല ആദ്യം എഴുതുക. sin of ix equal to I into sin hx. നമുക്ക് sin h I beta വേണ്ടത്. x ന് പകരം I beta കൊടുക്കുക.
സൈൻ ഓഫ് ഐ ഇൻറ്റു ഐ ബീറ്റ ഈക്വൽ ടു ഐ ഇൻറ്റു സൈൻ എച്ച് ഐ ബീറ്റ. ഐ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പൊ സൈൻ ഓഫ് മൈനസ് ബീറ്റ ഈക്വൽ ടു ഐ ഇൻറ്റു സൈൻ എച്ച് ഐ ബീറ്റ എന്ന് വരും. സൈൻ ഓഫ് മൈനസ് ബീറ്റ മൈനസ് സൈൻ ബീറ്റ ആണ് ഈക്വൽ ടു ഐ ഇൻറ്റു സൈൻ എച്ച് ഐ ബീറ്റ ഓർ സൈൻ എച്ച് ഐ ബീറ്റ ഈക്വൽ ടു എന്ത് വരും? മൈനസ് സൈൻ ബീറ്റ ബൈ ഐ എന്ന് വരും. മൈനസ് സൈൻ ബീറ്റ ബൈ ഐ. നമുക്ക് മുകളിലും താഴെ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ പറ്റുക? താഴെ ഐ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1 ഉണ്ടാവും. ആ മൈനസ് 1ഉം ഈ മൈനസ് 1ഉം കൂടി ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് ഐ ഇൻറ്റു സൈൻ ബീറ്റ ആണ്. അപ്പോൾ നമുക്ക് സൈൻ എച്ച് ഓഫ് ഐ ബീറ്റക്ക് പകരം ഐ ഇൻറ്റു സൈൻ ബീറ്റ എഴുതാം. ഇവിടെ ഐ ഇൻറ്റു സൈൻ ബീറ്റ എഴുതാം. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എടുക്കണമെന്നില്ല. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. കോസ് എച്ച് ഓഫ് ഐ ബീറ്റ കോസ് ബീറ്റ ആണെന്നും പിന്നെ സൈൻ ഓഫ് ഐ ബീറ്റ ഐ ഇൻറ്റു സൈൻ ബീറ്റ ആണെന്നും പഠിച്ചു വെക്കുക. അതിവിടെ യൂസ് ചെയ്യുക. ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് കോസ് ഓഫ് ആൽഫ മൈനസ് ഐ ബീറ്റ ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. ഇപ്പൊ ഇത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അതായത് കോസ് ഓഫ് ആൽഫ മൈനസ് ഐ ബീറ്റ ഈക്വൽ ടു കോസ് എച്ച് ആൽഫ കോസ് ബീറ്റ മൈനസ് ഐ ആദ്യം എഴുതാം. ഐ ഇൻറ്റു സൈൻ എച്ച് ആൽഫ സൈൻ ബീറ്റ. അപ്പോ ഇത് റിയൽ പാർട്ട്, ഈ മൈനസും കൂടി വരും സൈൻ ആൽഫ സൈൻ ബീറ്റ. ഇത് ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് കോസ് എച്ച് ആൽഫ കോസ് ബീറ്റ, ഇമാജിനറി പാർട്ട് മൈനസ് സൈൻ എച്ച് ആൽഫ സൈൻ ബീറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, write the binomial expansion of 1 plus x whole raised to n when n is a positive integer and when n is a rational number. ജസ്റ്റ് 1 plus x whole raised to n ന്റെ ഫോർമുല എഴുതിയാൽ മാത്രം മതി. അപ്പോൾ n പോസിറ്റീവ് ഇന്റിജർ ആണെങ്കിലുള്ള ഫോർമുല ഏതാണ്? when n is a positive integer 1 plus x whole raised to n equal to 1 plus nx plus n into n minus 1 by 2 factorial x square plus n into n minus 1 into n minus 2 by 3 factorial x cube plus etc. ഇതാണ് ഫോർമുല. ഇനി when n is a rational number, ഫോർമുല എന്താണ്? സെയിം ഫോർമുല തന്നെയാണ്. 1 plus x whole raised to n equal to 1 plus nx plus n into n minus 1 by 2 factorial square plus n into n minus 1 into n minus 2 by 3 factorial x cube plus etc. പക്ഷെ ഇവിടെ mod x less than 1 ആയിരിക്കണം. ഓക്കെ, എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ 1ലേക്കാളും ചെറുതായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഫോർമുല ഹോൾഡ് ചെയ്യുള്ളൂ. ഇതും കൂടി റാഷണൽ നമ്പറിന്റെ ഒപ്പം വേർ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് കൂടി എഴുതും. ഫസ്റ്റ് ഫോർമുലയിൽ എല്ലാ എക്സിനും ഇത് ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവ ഇൻഫിനിറ്റ് ആയിട്ട് പോവാതെ നമുക്ക് ബൈനോമിയൽ തിയറം വെച്ചും ഈ ഫോർമുല എഴുതാമല്ലോ. ഇപ്പൊ 1 plus x ഹോൾ റേസ്ഡ് ടു നമുക്ക് എങ്ങനെ എഴുതാം?
NC1 അങ്ങനെ എഴുതാലോ. NC0 1 അല്ലേ, ഇപ്പൊ 1 തന്നെ വരുള്ളൂ. n x0 plus NC1 1n-1 x1 plus NC2 1n-2 x2 plus etc plus NCn 1 0 x എന്ന് വരും. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ മൊത്തം 1 വരുള്ളൂ. ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്. അപ്പൊ 1 plus NC1 1 plus NC1 x plus NC2 x2 plus etc plus NCn x ഇങ്ങനെ എഴുതിയാലും മതി. ഈ രണ്ട് ഇക്വേഷൻസ് എഴുതിക്കോ. ഈ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന സംഭവം എഴുതിക്കോ. ഈ NC1 വെച്ചുള്ള ഇക്വേഷൻ എഴുതിക്കോ. Posting. Use the method of false position to compute the first approximation to a root of the equation x cubed minus x minus 1 equal to 0 given that the root lies between 1 and 2. നമ്മളുടെ false position method അത് ഉപയോഗിച്ച് ഫസ്റ്റ് അപ്രോക്സിമേഷൻ മാത്രം എഴുതാനാണ് ക്വസ്റ്റ്യൻ. നമ്മളുടെ തന്നിട്ടുള്ള ഇക്വേഷൻ എഴുതുക. എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്. വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 1. നമ്മളുടെ മെത്തേഡ് ഓഫ് ഫോൾസ് പൊസിഷൻ ഫോർമുല എന്താണ്? x1 ഈക്വൽ ടു a ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇതാണ് ഫോർമുല. ഇതിൽ എയും ബിയും ഉണ്ടല്ലേ. ഈ 1ഉം 2ഉം ആണ് എയും ബിയും. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2. എന്തൊക്കെയാ വേണ്ടത് ഇതിൽ കണ്ടുപിടിക്കാനായിട്ട്? എഫ് ഓഫ് എ വേണം, എഫ് ഓഫ് ബി വേണം. അപ്പോൾ എഫ് ഓഫ് എ എന്ന് വെച്ചാൽ എഫ് ഓഫ് 1. എഫ് ഓഫ് 1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം 1 കൊടുക്കുക. അപ്പോൾ 1 ക്യൂബ് മൈനസ് 1 മൈനസ് 1 അല്ലേ. അപ്പൊ 1 മൈനസ് 1 മൈനസ് 1 എത്ര കിട്ടും? -1 കിട്ടും. എഫ് ഓഫ് ബി, എഫ് ഓഫ് ബി എന്ന് വെച്ചാൽ എഫ് ഓഫ് 2. ഇതില് എക്സിന് പകരം 2 കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? 2 ക്യൂബ് 8 മൈനസ് 2 മൈനസ് 1. അപ്പോൾ 5 എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷനിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. x1 ഈക്വൽ ടു a ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എ ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. എ എന്താണ്? 1. അപ്പൊ എക്ക് വരാൻ 1ഉം ബിക്ക് വരാൻ 2ഉം കൊടുക്കും. 1 ഇൻറ്റു എഫ് ഓഫ് 2 മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് 1 ഡിവൈഡ് ബൈ എഫ് ഓഫ് 2 മൈനസ് എഫ് ഓഫ് 1 എന്ന് വരും. ഇനി 1 ഇൻറ്റു എഫ് ഓഫ് 2 എന്താണ്? എഫ് ഓഫ് 2 5. അപ്പൊ 1 ഇൻറ്റു 5 മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് 1, എഫ് ഓഫ് 1 മൈനസ് 1. 2 ഇൻറ്റു മൈനസ് 1 ഡിവൈഡ് ബൈ എഫ് ഓഫ് 2 മൈനസ് എഫ് ഓഫ് 1. അതായത് 5 മൈനസ് മൈനസ് 1 ഈക്വൽ ടു 1 ഇൻറ്റു 5 5, 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2, മൈനസ് 2 ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ 5 പ്ലസ് 2 ബൈ 5 മൈനസ് മൈനസ് 1, 5 പ്ലസ് 1 6 വരും. ഇത് 7 ബൈ 6 എന്ന് വരും. 7 ബൈ 6ന്റെ വാല്യൂ ഒന്നെങ്കിൽ ഇത് എഴുതുക, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.1666 എന്ന് എഴുതിയാലും മതി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കമ്പ്യൂട്ട് ദ ഫസ്റ്റ് അപ്രോക്സിമേഷൻ അല്ലേ. Therefore the first
approximation to the root is 7 by 6, approximately equal to 1.666. ഇതാണ് ആൻസർ. Next question. Give the generalized Newton's formula to find a root of f of x equal to 0 with multiplicity p. അതായത് ന്യൂട്ടൺസ് ജനറൽ ഫോർമുല എഴുതുക, മൾട്ടിപ്ലിസിറ്റി പി. ജസ്റ്റ് ആ ഫോർമുല മാത്രം എഴുതിയാൽ മതി. എന്താണ് ഫോർമുല? എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു എക്സ് എൻ മൈനസ് പി ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ. ഇതാണ് മൾട്ടിപ്ലിസിറ്റി പി ഉള്ള റൂട്ടിന് ഉള്ള ജനറലൈസ്ഡ് ന്യൂട്ടൺസ് ഫോർമുല. Question. Prove that cos 4 theta equal to cos raised to 4 theta minus 6 cos square theta sin square theta plus sin raised to 4 theta. ഇത് cos n തീറ്റയുടെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. ആ ഫോർമുല നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫോർമുലയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ ഫോർമുല cos n theta equal to cos raised to n theta minus nc2, ഈ ഫോർമുല. ഈ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. എന്നിന് പകരം 4 കൊടുത്താൽ മതി. ഫോർമുല ആദ്യം എഴുതുക. cos n theta equal to cos raised to n theta minus nc2 cos raised to n minus 2 theta sin square theta plus nc4 cos raised to n minus 4 theta sin raised to 4 theta minus etc. പ്ലസും മൈനസും ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരും. ഇതിൽ എന്നിന് പകരം 4 കൊടുക്കുക. അപ്പോൾ cos 4 theta equal to cos raised to 4 theta minus 4c2 cos raised to 4 minus 2 theta sin square theta plus 4c4 cos raised to 4 minus 4 theta sin raised to 4 theta. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. 4 minus 4 0 ആയി. ഇവിടെ എത്തുമ്പോൾ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുക. cos raised to 4 theta മൈനസ് 4c2 കണ്ടുപിടിക്കുക. 4c2 6 ആണ്. 6 ഇൻറ്റു cos സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 4c4. 4c4 1 ആണ്. ഇവിടെ cos raised to 0 എന്ന് വരും. cos raised to 0 തീറ്റ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 1 തന്നെ. ബാക്കിയുടെ ഉള്ളത് സൈൻ raised to 4 തീറ്റയാണ്. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്തത്. cos 4 theta equal to cos raised to 4 theta minus 6 cos square theta sin square theta plus sin raised to 4 theta. Next question. If x equal to cos theta plus I sin theta, find x raised to 4 plus 1 by x raised to 4 and x raised to 4 minus 1 by x raised to 4. അപ്പോൾ ഇതിൽ ഡി മോയിവേഴ്സ് ഫോർമുല റീകോൾ ചെയ്യാം. ഇതാണ് cos theta plus I sin theta whole raised to n. ഇതാണ് cos n theta plus I sin n theta ആണ്. ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. x equal to cos theta plus I sin theta എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 by x raised to 4 ആവശ്യമുണ്ടല്ലേ. ആദ്യം x raised to 4 എഴുതാം. x raised to 4 എന്ന് വെച്ചാൽ എന്ത് വരും? അപ്പോൾ cos theta plus I sin theta whole raised to 4.
ഈ ഫോർമുല അപ്ലൈ ചെയ്യാമല്ലോ. എന്നിന് പകരം 4 ആണ് ഇവിടെ. ഇതിന് നമുക്ക് കോസ് 4 തീറ്റ പ്ലസ് ഐ സൈൻ 4 തീറ്റ എന്ന് എഴുതാം. ഇനി വേണ്ട എന്താ 1 ബൈ എക്സ് റേസ് ടു 4 എന്ന് വെച്ചാൽ എക്സ് റേസ് ടു മൈനസ് 4. എക്സ് എന്താണ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ ഹോൾ റേസ് ടു -4 വരുമ്പോൾ വീണ്ടും ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കോസ് -4 തീറ്റ പ്ലസ് ഐ സൈൻ -4 തീറ്റ എന്ന് എഴുതുക. അതായത് കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് ആണ്. അപ്പൊ ഇത് നമുക്ക് കോസ് ഓഫ് 4 തീറ്റ എന്ന് തന്നെ എഴുതാം. ഇവിടെ പക്ഷെ സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ ഈ മൈനസ് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ മൈനസ് ഐ ഇൻറ്റു സൈൻ 4 തീറ്റ എന്ന് വരും. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. എക്സ് റേസ് ടു 4ന്റെ ഫോർമുല കോസ് 4 തീറ്റ പ്ലസ് ഐ സൈൻ 4 തീറ്റ. അതുപോലെ 1 ബൈ എക്സ് റേസ് ടു 4ന്റെ കോസ് 4 തീറ്റ മൈനസ് ഐ സൈൻ 4 തീറ്റ. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് എക്സ് റേസ് ടു 4 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 4ഉം എക്സ് റേസ് ടു 4 മൈനസ് 1 ബൈ എക്സ് റേസ് ടു 4ഉം രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എക്സ് റേസ് ടു 4 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 4 കിട്ടും. ഓക്കെ, അപ്പൊ കോസ് 4 തീറ്റ പ്ലസ് ഐ സൈൻ 4 തീറ്റ എക്സ് റേസ് ടു 4 എഴുതി പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 4. അതെന്താണ് കോസ് 4 തീറ്റ മൈനസ് ഐ സൈൻ 4 തീറ്റ. ഇത് രണ്ടും ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത് കോസ് 4 തീറ്റ പ്ലസ് കോസ് 4 തീറ്റ, അതായത് 2 കോസ് 4 തീറ്റ. ഒരു ആൻസർ കിട്ടി. ഇനി എന്താ വേണ്ടത് എക്സ് റേസ് ടു 4 മൈനസ് 1 ബൈ എക്സ് റേസ് ടു 4, അതായത് കോസ് 4 തീറ്റ പ്ലസ് ഐ സൈൻ 4 തീറ്റ മൈനസ് ബ്രാക്കറ്റ് ഇടുക 1 ബൈ എക്സ് റേസ് ടു 4, അതായത് കോസ് 4 തീറ്റ മൈനസ് ഐ സൈൻ 4 തീറ്റ. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ പറ്റുക ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും. അപ്പൊ ഇതും ക്യാൻസൽ ആയി പോവും. ബാക്കി 2 ഐ സൈൻ 4 തീറ്റ വരും. 2 ഐ സൈൻ 4 തീറ്റ. ഇത് രണ്ടുമാണ് ആൻസർ. Question: if x is real, show that sin h inverse x equal to log of x plus root of x square plus 1. ഇതിനു വേണ്ടിയിട്ട് y ഈക്വൽ ടു sin h ഇൻവേഴ്സ് x എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു sin h y ആയിരിക്കും. ഓക്കെ, പക്ഷെ sin h yയുടെ ഫോർമുല എന്താ e റേസ് ടു y മൈനസ് e റേസ് ടു മൈനസ് y ബൈ 2. ഇനി 2 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. 2x ഈക്വൽ ടു e റേസ് ടു y മൈനസ് e റേസ് ടു മൈനസ് y എന്ന് കിട്ടും. അതായത് 2x ഈക്വൽ ടു e റേസ് ടു y പ്ലസ് മൈനസ് e റേസ് ടു മൈനസ് y 1 ബൈ e റേസ് ടു y എന്ന് എഴുതുക. ആഡ് ചെയ്യുക രണ്ടും കൂടി. അപ്പോൾ e റേസ് ടു y ഇൻറ്റു e റേസ് ടു y, അതായത് e റേസ് ടു y സ്ക്വയർ മൈനസ് 1 ബൈ e റേസ് ടു y. വീണ്ടും e റേസ് ടു y ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 2x e റേസ് ടു y ഈക്വൽ ടു e റേസ് ടു y ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് വരും.
ഇനി ഇതൊന്ന് റീഓർഡർ ചെയ്ത് എഴുതുക. ആദ്യം ഇ റേസ് ടു വൈ ഹോൾ സ്ക്വയർ എഴുതുക. പിന്നെ ഇത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പം മൈനസ് 2x ഇ റേസ് ടു വൈ എന്ന് വരും. പിന്നെ ഈ -1 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാണ്. ഓക്കെ, ഇത് എക്സ് പോലെയാണ് കരുതുക. എക്സ് സ്ക്വയർ മൈനസ് ബി ഇൻറ്റു സം എക്സ് പ്ലസ് സി. ഓക്കെ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോമിലാണ് ഇതിപ്പോൾ ഉള്ളത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിൽ എക്സിന് പകരം ഇ റേസ് ടു വൈ ആണ്. ഇ റേസ് ടു വൈ ഈക്വൽ ടു ഫോർമുല എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഓക്കെ, ഇവിടെ എ എന്താണ്? എ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ 1 ആണ് അത്. ബി എക്സിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ ഇ റേസ് ടു വൈ ആണ് എക്സിന് വരും. അപ്പൊ ഇ റേസ് ടു വൈയുടെ കോഎഫിഷ്യന്റ് -2x. സി -1 കോൺസ്റ്റന്റ് ടേം. അപ്പൊ എന്താ ഫോർമുല? മൈനസ് ബി, അതായത് മൈനസ് 2x. അപ്പൊ 2x പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 2xന്റെ സ്ക്വയർ 4x² മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി അല്ലേ? 4 ഇൻറ്റു 1 ഇൻറ്റു -1 -4 വരും. -1 പ്ലസ് ആവും, +4 എന്നാവും. ഡിവൈഡ് ബൈ 2a, 2 ഇൻറ്റു എ, 2 ഇൻറ്റു 1 2. അതായത് ഇ റേസ് ടു വൈ ഈക്വൽ ടു 2x പ്ലസ് ഓർ മൈനസ്, ഇവിടെ 4 കോമൺ ആണ്. ആ 4 റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കാം. ആദ്യം നമുക്ക് 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1/2 എന്ന് എഴുതുക. അത് കഴിഞ്ഞ് ഇ റേസ് ടു വൈ ഈക്വൽ ടു 2x പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 2 ആണ്. 2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/2 എന്ന് എഴുതുക. ഈ 2 ക്യാൻസൽ ചെയ്യുക. അപ്പൊ ഇ റേസ് ടു വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. നെഗറ്റീവ് വാല്യൂസ് നെഗ്ലക്ട് ചെയ്യുക. പോസിറ്റീവ് സൈൻ മാത്രം എടുത്താൽ മതി. ഇ റേസ് ടു വൈ ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. y എന്തായിരുന്നു? y ഇപ്പൊ കിട്ടിയത്. y ആക്ച്വലി എന്താണ്? y സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ yക്ക് പകരം സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് എഴുതിയാൽ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് കിട്ടും. Question: Separate cos h of alpha plus I beta into real and imaginary parts. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് നമുക്ക് ആദ്യം cos h of x plus yയുടെ ഫോർമുല എഴുതിയിട്ട് എക്സിന് പകരം ആൽഫ, വൈക്ക് പകരം എ ബീറ്റ കൊടുത്ത് അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഇതിൽ ഞാൻ വേറൊരു മെത്തേഡ് ചെയ്യാൻ പോവാണ്. cos h of alpha plus I beta ഞാൻ cos of I ഇൻറ്റു ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് എഴുതി. ഓക്കെ, കോസ് ഓഫ് ഐ എക്സ് കോസ് എച്ച് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് കോസ് ഓഫ് ഐ ഇൻറ്റു ഇതെന്ന് എഴുതാം. അതായത് കോസ് ഓഫ് ഐ ഇൻറ്റു ആൽഫ ഐ ഇൻറ്റു ഐ ബീറ്റ. അപ്പൊ ഐ സ്ക്വയർ ബീറ്റ വരും. ഐ സ്ക്വയർ -1 ആണ്. അപ്പൊ ഇത് മൈനസ് ബീറ്റ എന്നാവും. ഇനി ഇത് കോസ് ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ കോസ് ഐ ആൽഫ cos beta plus sin I alpha, cos x cos y form ആണ്. അപ്പോൾ cos I alpha cos beta plus sin I alpha sin beta എന്ന് വരും. cos of I alpha cos h alpha into cos beta plus sin of I alpha I into sin h alpha
സൈൻ ബീറ്റ. റിയലും ഇമാജിനറി ആയിട്ട് മാറിയത്. റിയൽ പാർട്ട് cos h alpha cos beta, imaginary part sin alpha sin h അല്ലേ ഇവിടെ, sin h alpha sin h alpha sin beta. ഇവിടെ sin h ആണ്. നമ്മൾ ആദ്യം ചെയ്ത ഈ പ്രോബ്ലം നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇത്രയും എഴുതാതെ നമുക്ക് cos alpha minus I ബീറ്റനെ cos h അല്ലേ, cos h of alpha minus I ബീറ്റനെ cos of I into alpha minus I ബീറ്റ എന്ന് എഴുതാം. അതായത് cos of I alpha plus ബീറ്റ വരും അല്ലെ. I into I square minus 1, minus 1 into minus 1 plus 1, ഇത് പ്ലസ് ആ വരിക. ഇനി ഇത് cos of x plus y യുടെ ഫോർമുല വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ cos I alpha cos ബീറ്റ മൈനസ് sin I alpha sin ബീറ്റ എന്ന് വരും, ഈക്വൽ ടു ഇത് cos h ആൽഫ ആവും ഇൻറ്റു cos ബീറ്റ മൈനസ് I ഇൻറ്റു sin h ആൽഫ sin ബീറ്റ. ഇങ്ങനെ ചെയ്യായിരുന്നു. ഇതാ കുറച്ചുകൂടി എളുപ്പം എന്ന് തോന്നുന്നു അല്ലേ. സെയിം ആൻസർ തന്നെ കിട്ടും. cos h ആൽഫ cos ബീറ്റ മൈനസ് sin h ആൽഫ sin ബീറ്റ. Question: give the first and second approximations to the root of an equation f of x equal to 0 using the method of false position. നമുക്ക് ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഫോർമുല നമുക്കറിയാം. റൂട്ട് എക്കും ബിക്കും അടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫോർമുല x1 ഈക്വൽ ടു a into f of b minus b into f of a by f of b minus f of a, where if a root lies between a and b, the first approximation formula is given by x1 equal to a into f of b minus b into f of a by f of b minus f of a. ഇത് ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഫോർമുല. നമ്മളോട് സെക്കൻഡ് അപ്രോക്സിമേഷൻ ഫോർമുലയും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് സെക്കൻഡ് ഫോർമുല ചെയ്യുന്നത്? അത് എഫ് ഓഫ് എക്സ് വണ്ണിന്റെ സൈൻ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം, assume that f of a less than 0 and f of b greater than 0. ഇങ്ങനെ അസ്യൂം ചെയ്യാം നമുക്ക്. ഇനി ബി എഫ് ഓഫ് ബിയിലാണ് ലെസ് ദാൻ 0 എങ്കിൽ എയും ബി അങ്ങോട്ടോട് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എയിൽ നെഗറ്റീവും എഫ് ഓഫ് ബി പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് വണ്ണിന്റെ സൈൻ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത ഫോർമുല ചെയ്യുന്നത് അല്ലേ. എഫ് ഓഫ് എക്സ് വൺ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എനെ റീപ്ലേസ് ചെയ്തിട്ട് എക്സ് വൺ ഇടും. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൺ പോസിറ്റീവ് ആണെങ്കിൽ ബിനെ റീപ്ലേസ് ചെയ്തിട്ട് എക്സ് കൊണ്ടുവരും. അതാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇഫ് എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ 0, then the second approximation formula is f of x1 നെഗറ്റീവ് ആണെങ്കിൽ a റീപ്ലേസ് ചെയ്തിട്ട് x എഴുതണം. x2 ഈക്വൽ ടു എക്ക് പകരം
x1 എഴുതുക. x1 into f of b minus b into f of x1 by b f of b minus f of x1. ഇനി അതല്ല f of x1 പോസിറ്റീവ് ആണെങ്കിൽ if f of x1 greater than 0, then the second approximation formula is x2 equal to f of x1 പോസിറ്റീവ് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടത് b ആണ്, കാരണം f of b ആണ് പോസിറ്റീവ്. അപ്പോ a into f of x1 minus x1 into f of a divided by f of x1 minus f of a. ഇത്രയാണ് എഴുതേണ്ടത്. Question. Use the iteration method to find correct 3 decimal places a real root of the equation e raised to minus x equal to 10x. Take the first approximation as x not equal to 0. അപ്പോൾ iteration method ഉപയോഗിച്ച് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് അപ്രോക്സിമേഷൻ x നോട്ട് ആയിട്ട് 0 ചൂസ് ചെയ്യുക. തന്നിട്ടുള്ള ഇക്വേഷൻ എഴുതുക e raised to minus x equal to 10x. iteration മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? x equal to phi of x ഫോമിൽ ഇക്വേഷൻ എഴുതണം. ഇവിടെ ഒരു x ഉണ്ടല്ലേ, അപ്പൊ ആ x ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇതിന് നമുക്ക് 10x equal to e raised to minus x എന്ന് എഴുതാം, or x equal to e raised to minus x by 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിപ്പോ x equal to phi of x എന്നുള്ള ഫോമായി, where phi of x equal to e raised to minus x by 10. ഇവിടെ നമുക്ക് x നോട്ട് അറിയാം, x നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഫസ്റ്റ് അപ്രോക്സിമേഷൻ x1 എന്താണ്? phi of x നോട്ട്, അതായത് phi of 0. ഫൈയില് എക്സിന് 0 കൊടുക്കുക. അപ്പൊ എന്താ വരിക? e raised to minus 0 by 10, അതായത് 1 by 10 ഈക്വൽ ടു 0.1. ഇത് ഫസ്റ്റ് അപ്രോക്സിമേഷൻ ആണ്. ഇനി സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്താണ്? x2 equal to phi of x1, അതായത് phi of 0.1. അപ്പൊ ഫൈയില് എക്സിന് പകരം 0.1 കൊടുക്കുക, e raised to minus 0.1 by 10. അപ്പൊ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇത് ഇവാലുവേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ ആദ്യം e raised to minus 0.1 കണ്ടുപിടിക്കുക, അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, e raised to minus 0.1 by 10. ചെയ്യുമ്പോൾ നമുക്ക് 0.09048 എന്ന് കിട്ടും. ഇനി അടുത്ത അപ്രോക്സിമേഷൻ x3 equal to phi of x2, അതായത് phi of 0.09048, അതായത് e raised to minus 0.09048 by 10. ഇതും ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് 0.09134 കിട്ടും. അടുത്ത അപ്രോക്സിമേഷൻ x4 equal to phi of x3 equal to phi of 0.09134 equal to e raised to minus 0.09134 by 10. ഇത് ചെയ്യുമ്പോൾ 0.09126 കിട്ടും. വീണ്ടും കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ് വരണം. ഓക്കെ, ഇപ്പൊ 9191 സെയിം വന്നു, പക്ഷേ ഇപ്പൊ സെയിം ആയല്ലേ, 3 പ്ലേസസ് ആയി. ഒന്നുകൂടി കണ്ടുപിടിക്കാൻ മതി. x5 equal to phi of x4 equal to phi of 0.09126
26 equal to e raised to minus 0.09126 by 10. ഇത് evaluate ചെയ്യുമ്പോൾ 0.09127 വരും. ഓക്കെ, ഇപ്പോൾ 3 പ്ലേസസ് കറക്റ്റ് ആയത്. ഓക്കെ, അപ്പോൾ the required answer is the root of the equation correct to 3 decimal places is 0.091.